എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ വീണ്ടും ഒരു കൊച്ചു യാത്രയ്ക്ക് പോവുകയാണ്. നമ്മൾ കുറെ ചെടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെടിയെല്ലാം കുഴിച്ചുകൊണ്ട് കുറച്ച് ചെടിച്ചട്ടിയും അതിനുള്ള കമ്പോസ്റ്റ്, കുറച്ച് വളവും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള പോക്കാണ് നമ്മളിപ്പം. ഇവിടെ അടുത്തൊരു കട തന്നെയാണ്. അവിടെ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെ കിട്ടും നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ? നിങ്ങളും പോരെ. അങ്ങനെ ഞാൻ ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നു. അതിൻ്റെ ട്രോളിയൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെ 1 പൗണ്ട് കോയിൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രോളി എടുക്കാം. ഞാൻ കാര്യമായിട്ട് എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടിയുള്ള പോക്കാണ്. പക്ഷെങ്കിൽ ഞാൻ കുറേ തപ്പിത്തിരഞ്ഞെങ്കിൽ എനിക്ക് അധികം ഒന്നും ഇവിടുന്ന് വാങ്ങാൻ പറ്റിയില്ല. അധികം ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് കമ്പോസ്റ്റ് എടുക്കുവാണ്, വളമാണ്. അപ്പോൾ ഇവിടുന്ന് 2 പാക്കറ്റ് എടുത്തു. ഇതിന് മുന്നേ വേറൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ചുമ്മാ 2 പാക്കറ്റ് ആണെങ്കിൽ എടുത്തു. എന്തായാലും പോകുന്നതല്ലേ. കുറച്ച് ചെടിയുണ്ടായിരുന്നു, 1-2 ചെടിയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു. ഇതിങ്ങനെ ലിറ്റിൽ ഫെൻസ്, നമുക്ക് ഡിവിഷൻ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതാരോ ഉണ്ടാക്കിയ ഒരു കിളിക്കൂട് കേട്ടോ, റെഡിമെയ്ഡ് കിളിക്കൂടാണ്. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തൊരു ചെടിയാണിത്. എന്തായാലും നമുക്ക് ഇതിനെ തുറന്നു നോക്കാം. ഞാൻ ഓൾറെഡി തുറന്നു നോക്കിയാൽ നിങ്ങളെ കാണിക്കുമ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാണ് നമുക്ക് വന്നത്, ഒരു ഓൺലൈനിൽ കേട്ടോ. മനോജ് ചേട്ടനാണ് ഇത് ഓർഡർ ചെയ്ത് തന്നെ. അപ്പൊ മനോജ് ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ മനോജ് ചേട്ടാ താങ്ക് യു വെരി മച്ച് കേട്ടോ. ഞാനും മനോജ് ചേട്ടനും ഒരുപോലെയാണ് വാങ്ങിയത്. വർക്ക് പ്ലേസ് വെച്ചാണ് മനോജേട്ടൻ പറഞ്ഞത് ഇങ്ങനത്തെ ചെടിയുണ്ടെന്ന്. ഓക്കെ, ഇത് നമ്മുടെ ഷാരൻ ഫ്രൂട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷാരൻ ഫ്രൂട്ട് അതാണിത്. നമുക്ക് കടകളിൽ നോക്കുമ്പോൾ അങ്ങനത്തെ ചെടികൾ കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തത്. സംഭവം എന്താണ്ട് ഇതാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ബോക്സ് ആണ്. ബോക്സ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതേ തുറന്ന് നോക്കിയത് ഓൾറെഡി. ഇത് കണ്ടോ, നമുക്കൊന്ന് തുറന്നു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ പ്ലാസ്റ്റിക് ലെയറും കാര്യങ്ങളെല്ലാം നമ്മൾ അഴിച്ച് ഓൾറെഡി നോക്കിയിരിക്കുന്നത് കൊണ്ട് അതിന്റെ കവർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇത് ബഡാണ്, ഈ ചോക്ലേറ്റ് ബഡാണിത്. 4 feet എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിന്റെ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല മധുരമാണ്. ഈ ഒരു ബഡ് ട്രീക്ക് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചപ്പോൾ 30 പൗണ്ടാണ് ഒരു ട്രീക്ക്. 30 പൗണ്ട്, അതിന്റെ കൂട്ടത്തില് 5 പൗണ്ട് ഡെലിവറി ചാർജോടും കൂടെ. പക്ഷെങ്കിൽ ഞാൻ സോ മച്ച് എക്സൈറ്റഡ് ആണ്. കാരണം നമ്മുടെയൊക്കെ പറമ്പിൽ ഇങ്ങനെ ഒരു ട്രീ ഉണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ഇവനെ കൊണ്ടുവന്ന് കുഴിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളും പോരെ. കുറച്ച് ചെടികൾ ഇന്ന് ഏറെ ഉണ്ട് കുഴിച്ചു വെക്കാൻ. അപ്പൊ അവരെല്ലാരും നമുക്കൊന്ന് ഫിക്സ് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആപ്പിൾ ട്രീ. എല്ലാവർക്കും ഒരു ഹായ് പറയൂ. അപ്പൊ നിന്റെ ഫ്രണ്ട്സ് ആണ് ഇവരെല്ലാരും കേട്ടോ. ഇവരെല്ലാരും കണ്ടല്ലോ, ഒരു ഹായ് ഒക്കെ പറഞ്ഞ് ഞങ്ങളും ഒരു പറമ്പിന്റെ ഒരു സ്ഥാനത്ത് പോയി ഉറക്കാൻ പോവുകയാണ് അല്ലേ. അപ്പൊ എല്ലാവരും കണ്ടോണ്ടിരിക്കും. പറമ്പെന്ന് വെച്ചാൽ ഭയങ്കര മെസ്സപ്പാണ്. കുറേ വേസ്റ്റ് കൊണ്ട് കളയാനുണ്ട്. അതെന്തായാലും കോർണറിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ തെരഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഓരോ സെക്ഷൻ അനുസരിച്ച്. ഇവിടെ കുറച്ച് പേരെ കത്തിക്കാനിട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ കുറച്ച് പേരെ കത്തിയിട്ടുള്ളൂ, കുറച്ച് പേരുണ്ട്. പച്ചക്കമ്പാണ്. ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് കുഴിച്ചു വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ഒരു പെയർ നമ്മൾ വാങ്ങിയ അതുകൊണ്ട് എല്ലാവരും ഇന്ന് 1 ദിവസം കൊണ്ട് ഇന്ന് കുഴിച്ചു വെക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഈ ഭാഗത്ത് വെക്കാം. ഇവിടെ എത്രമാത്രം വലുതാവും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇച്ചിരി പടന്ന് പന്തലിച്ചാലും നമ്മുടെ എന്നാ പറയുന്നത്, നമ്മുടെ മതിലിനകത്ത് തന്നെ നിൽക്കത്തക്ക രീതിയിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ആളെ നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം ഓർമ്മിക്കണം. പിന്നെയുള്ളതെല്ലാം കൊച്ചു ചെടികളാണ്. അപ്പം എന്തായാലും പറമ്പിൻ്റെ മുഴുവൻ ഭാഗം നമ്മൾ വലിയ ട്രീ വെച്ച് കഴിഞ്ഞാൽ അപ്പടി ഇതായി പോകത്തില്ല. എന്നാലും എനിക്കിഷ്ടം വലിയ മരങ്ങൾ തന്നെയാണ്, ചെറുതിലേലും. അപ്പോൾ കുറച്ച് ചെടികളോടുണ്ട്. അവരെയും കൂടെ ഒക്കെ നമുക്ക് ഇന്നൊന്ന് ശരിയാക്കി എടുക്കാം. അപ്പം കുട്ടൂസ് എല്ലാവരും വിളിക്കട്ടെ. സുരേഷേ, മക്കളെ എല്ലാവരും വരൂ. അങ്ങനെ മെറ്റിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് പുല്ല് കടന്നിരുന്നത് കൊണ്ട്. അപ്പൊ നമ്മൾ ഇതിനടിയിൽ ഇങ്ങനത്തെ ഇത് കണ്ടോ, ഇതുപോലെ പോലൊരു സംഭവമാണ് ഇവർ ഇട്ടേക്കുന്നത്. കാരണം പുല്ല് പിന്നെ കിളുക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഈ പോർഷൻ മാത്രം നമുക്ക് വേണ്ട പോർഷൻ മാത്രം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ.
ഇവിടെ എല്ലാവരും ഭയങ്കര അധ്വാനക്കാരാണ്. നല്ല മണ്ണാണ്. ചൂണ്ടയിടുന്നവർക്ക് നല്ല സുന്ദരമായിട്ട് വര കിട്ടും. നല്ലതായിട്ട് വരയുള്ള സ്ഥലം. അയ്യോ അവിടെ എന്തോ കൊട്ടു. ഓ ഓ ഓ ഓ കൊടവാണോ? സീ സ്വരം കേൾക്കുന്നു. വജ്രങ്ങൾ വല്ലതാണോ സുരേഷേ? ഓ മൈ ഗോഡ്, വാട്ട്സ് ദാറ്റ്? ദൈവമേ, സ്വരം കേൾക്കുന്നടാ. സഞ്ജു, നിധി 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 പാർക്കലിന്റെ രൂപത്തിൽ ഇരിപ്പുണ്ട്. ട്രഷർ. എത്ര കീനായിട്ട് ഇവിടെ എല്ലാരും വന്ന് എത്തി നോക്കുന്നറിയോ? സഞ്ജു മാറിയത് സഞ്ജു ഓടി വന്ന് നോക്കുന്നുല്ലോ. ട്രഷർ സ്വർണ്ണക്കട്ടി. അല്ല ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അതിന് ഇങ്ങനെ 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 വെച്ച് നോക്കുമ്പോഴായിരിക്കും പോയി വെച്ചു. അന്യായ ഒഴിയാണല്ലോ ചേട്ടാ ഒഴിച്ചു. നീ കുറച്ചേരം പതുക്കെ ഒഴിക്കണ്ടായിരുന്നോ? നമ്മുടെ രണ്ടാമത്തെ മരം വെക്കാം. ഇത് നല്ല പൊക്കമുണ്ട്. ഇതൊരു 10 അടി കാണുമെന്ന് തോന്നുന്നു. പക്ഷേ 10 അടിയൊന്നുമില്ല. അത് 7 അടി 7.5 അടിയുണ്ട്. 7.5 അടി. അത്ര പൊക്കത്തെ നമുക്ക് മരം കിട്ടിയേക്കുന്ന. ഓൾറെഡി ഇതേ പൂത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പോയി പൊഴിഞ്ഞു പോയോ? പോയി കാണും. പേരാണ് കേട്ടോ, അത് പേര്. നമുക്ക് ഓൾറെഡി ഒരു പേരുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ അത് എന്തോ ഒരു വ്യത്യാസമുണ്ട്. അതിന് ഏതാനും കുഴി കുത്താം. ഇവിടുത്തെ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ്. നമ്മൾ ഈ മെറ്റിലിടാൻ തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഒരുമാതിരി കണ്ടത്തിലെ ചെളി പോലത്തെ ചെളിയായി മാറും ഈ മണ്ണ്. വളരെ ലൂസ് മണ്ണാണ്. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ മഴ നന്നായിട്ട് വെള്ളമെല്ലാം വലിഞ്ഞ് ഡ്രൈ ആകാതെ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റിലിടാൻ തന്നെ കാര്യം. അല്ല നമുക്ക് മെറ്റിൽ ഇഷ്ടം ഉണ്ടായിട്ടല്ല, പുല്ല് തന്നെയാണ് എനിക്കിഷ്ടം ബേസിക്കലി. ഞാൻ വെക്കുന്നില്ല. തന്നെ വെച്ചു. ഓടിയോ ഓടിയോ 2 എണ്ണി പിടിച്ചിട്ട് മിന്റ് ഐശ്വര്യമായിട്ട് കുഴിച്ചു വെക്കുന്നു. ഇതിനെ പറമ്പിൽ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവനെ എപ്പടി പടന്ന് പിടിക്കുന്ന പറയുന്നത്. എന്നാലും എനിക്ക് ഇഷ്ടം ഇവനെ. നമ്മുടെ ബിരിയാണിക്കകത്തൊക്കെ ഇവനെ ഇടണം. സുന്ദരല്ലേ? മിന്റില്ലാത്ത കാര്യമുണ്ട് നമ്മുടെ ബിരിയാണിക്ക്. എക്സ്പെഷ്യലി ഹൈദരാബാദി ബിരിയാണി. അപ്പപ്പ ഇവനെ നമ്മൾ തകർക്കാൻ പോകണത്. ഇഷ്ടം പോലെ പേര് വരുന്നുണ്ട്. ഇതിലെ തണ്ട് മുറിച്ച് കുഴിച്ചു വെച്ചാലും മതി എന്നാണ് പറയുന്നത്. നല്ല വീരപ്പൻ തണ്ടുണ്ട്. നമുക്ക് അവനെ കൂടെ കുഴിച്ചു വെക്കാം. എന്തായാലും ഇപ്പം ഞാൻ ഇതിലേക്ക് കുത്തി വെക്കുവാണ്. മഴ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിന്ന് കട്ട് ചെയ്ത് പിന്നീട് നമ്മുടെ പറമ്പിലേക്ക് ചെയ്യാം. ചക്കര ഇതിനകത്ത് വെച്ച് കളാ കുഴിച്ചു വെക്കാം. മോനെ നീ നന്നായിട്ടുണ്ടാവണടാ മിൻറ്റ് കൂട്ടാ. നീ അങ്ങ് പടന്നു. എനിക്ക് ഒരു വിഷമവും ഇല്ല. ഈ സന്തോഷമുള്ള നീ നന്നായിട്ട് വരണം. എല്ലാ കറികളിലും നീ സുഗന്ധം തരണം.
നീ സുന്ദരിയായിട്ട് വളർന്നു വരണം കേട്ടോ. സുന്ദരി പെണ്ണായിരിക്കണം. എല്ലാവരോടും പറയണം. നിന്നിൽ നിന്ന് എനിക്ക് ഒത്തിരി പേരെ കൊടുക്കാൻ പറ്റും. ഹേയ്, what have you done? Look at me. Good. ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന വീട് നിങ്ങൾ കണ്ട. അവൻ എന്നെയാ കുളിപ്പിച്ചപ്പോ. ഓക്കെ, സി അങ്ങനെ നമ്മള് അടുത്ത് നമ്മൾ വെക്കാൻ പോകുന്ന ആള് ലാവൻഡർ. നമുക്ക് ലാവൻഡർ വെക്കുന്നേ. ഇത് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതിനകത്തൊന്നും ഇങ്ങനെ മുറിച്ച് വെക്കാൻ. പക്ഷെ ഇത് ഒറ്റ തൈ ആയിട്ടാണ് നമുക്ക് ഇട്ടേക്കുന്നത്. റൂട്ട് നിങ്ങൾ കണ്ടോ, ഒറ്റ തൈ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ പിടിച്ചാൽ മതി. ഇത് ചുവടൊടുങ്ങി പോരും. കണ്ടോ, ഇനി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അങ്ങനെ ഇറക്കാം. എന്നെ മണമാണെന്നറിയാം ഇവന്. സുന്ദരി. ഇവരുടെ സീസണാണ് ഇപ്പം. ഇവിടെ ഈ 5-6 മാസം കിട്ടുന്ന വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളൂ. ഇവനെ നമുക്ക് ഇതിലേക്ക് ഇറക്കാം. ഹേയ്, ഓ വാവ്, നന്നായിട്ടുണ്ടാവണേ മകനെ. നീ പേര് വന്നിട്ട് ഇവിടെ പറയുന്നത് ക്യാമ്പനുല സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്കിതിന്റെ പേരൊന്നും അറിയത്തില്ല. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്. എനിക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി പറയാൻ. കണ്ടല്ല, നമ്മൾ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ചെടിയാണ്. ഇതിനെയാണ് നമ്മൾ അടുത്ത് കുഴിച്ചു വെക്കാൻ പോകുന്നത്. ഇവിടെ സുന്ദരി മണിയാണ്. ചക്കര മുത്തുക്കടം ഇച്ചിരി കൂടെ. ഇവിടെ പിന്നെ ഇങ്ങനെ ഭിത്തിയെ കൂടെ എല്ലാം കയറിക്കളി. ഇവർക്ക് പ്രത്യേകിച്ച് വലിയ അഹങ്കാരമൊന്നുമില്ല. ഇവിടെ നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ്. അപ്പോൾ അവൾ അവിടെ തന്നെ ഇരിക്കട്ടെ അല്ലേ പറഞ്ഞാൽ. മണ്ണോട് വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും വരത്തില്ല. ഇതാ, നിറച്ച് കായിട്ട് എൻ്റെ ഉണ്ണിക്കുട്ടനും പൊന്നുമണിക്കും കൊടുക്കണം കേട്ടോ. അവർക്ക് ആകെ ഇഷ്ടമുള്ള ഫ്രൂട്ടുകളിൽ പെടുന്ന ഒരാളാണ് സ്ട്രോബെറി. നിറച്ച് കായിടട്ടെ. അടുത്ത വർഷവും ഉണ്ടായി വരണം കേട്ടോ. ഇന്നത്തേക്ക് മാത്രമല്ല, എപ്പോഴും നിങ്ങൾ കായിടണം. സുന്ദരിമാരായിട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണം. അതാണ് നിങ്ങൾക്കുള്ള ജോലി. സ്ട്രോബെറി കുട്ടി, കുറേ സ്ട്രോബെറി ഉണ്ട് നമുക്ക് വെക്കാൻ. മണ്ണിൽ വെച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് വളരും, പടർന്ന് പിടിക്കുന്ന പറയുന്നത്. എന്തായാലും പണ്ട് പക്ഷെ നമുക്ക് സ്ട്രോബെറി ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ആ ഊടലിൻ്റെ ഭാഗത്ത് നമ്മൾ വെച്ചിരുന്നത്. അതാണോന്ന് അറിയില്ല. പിന്നെ അവരെയൊന്നും ഞാൻ കണ്ടില്ല. ഊടൽ മീൻസ് കുട്ട, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ സംസാരിക്കേ. ഊടൽ കേട്ടിട്ടില്ല? ഇല്ല. വെയിൽ കിട്ടാത്ത സ്ഥലം അങ്ങനെ പറ. ഊടൽ ഞാൻ കേട്ടിട്ടില്ല. അത് ഞങ്ങളുടെ സ്വന്തം ഭാഷകളിൽ പെടുന്ന. ചമ്പക്കുളംകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഊടൽ എന്താന്ന്. ഇവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മൂടൽ കേട്ടിട്ടുണ്ട്. മൂടല് അത് മൂടി കിടക്കാന്ന് പറയും. കാർമേഘം വന്ന് മൂടി കിടക്കുന്നു. മൂടൽ ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളുടെ ഭാഷയാ. ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടാണോ അറിയത്തില്ല. ആ, വെള്ളവഴിയുടെ ചക്കര. എന്റെ അമ്മയ്ക്ക് ഈ വെള്ളവഴി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പേടിയാ. സ്ട്രോബെറി വരെ ഓൾറെഡി ആയിരിക്കുക. നിങ്ങൾ കണ്ടോ? ഇവരെയാണ് നമ്മൾ കുഴിച്ചു വെക്കാൻ പോകുന്നത്. കാരണം ഇതിനകത്ത് ഇനി നിന്ന് അവർക്ക് അധികം കിട്ടത്തില്ല. വളമൊന്നും കിട്ടത്തില്ല. കാരണം അവർ ഞെരിഞ്ഞിരിക്കുക. നിങ്ങൾ കണ്ടോ കായയുടെ ഉണ്ടോ? അങ്ങനെ നമ്മൾ വെക്കുന്നത്. സ്ട്രോബെറി സഹിത വെക്കുന്നത്. അപ്പോൾ അവർക്ക് ഇനി വിഷമം വരണ്ട. അവരെപ്പോഴെങ്കിലും കുഴിച്ച് വെച്ചിട്ട് അവർക്ക് തന്നെ സങ്കടം വരും. പാവമുണ്ട്. അടുത്ത ചെടി എന്ന് പറയുന്നത് ഫ്യൂഷ്യ ആണ്. ഫ്യൂഷ്യ കണ്ടോ, മുട്ട ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്ക് ഇവനെ കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം. ബിസിലിസി. ഓ യെസ്, നാട്ടിൽ ആ പേര് തന്നെ പറയുന്നത് ബിസിലിസിന്ന്. സാൽമൺ കളറ്. എന്ത് വിലയാണിത്? ഇതിന് 3.25 ഒരെണ്ണത്തിനോ? ഒരു 6 എണ്ണം. 1 2 3 9 എണ്ണം ഉണ്ട് ഇതിനകത്ത്. 9 എണ്ണം ഉണ്ട് ഇതില്. ആ പാക്കറ്റിന് 300 രൂപ. ചെടികളെല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് വരെ വെച്ചു. അതുപോലെ തന്നെ ആ സൈഡിലും കുറച്ച് വെച്ചിട്ടുണ്ട്. ഭിത്തിക്കരികിലും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ചട്ടികൾ വേണമായിരുന്നു. ഇനി ഉള്ള പഴയ ചട്ടികളും എല്ലാം കൂടെ പെറുക്കി വെച്ച് ഈ ഗ്ലാസ്സിനകത്ത് വേണം ചെടി വെച്ചെന്ന് പറയുന്നത്. ഇതെല്ലാം സ്ട്രോബെറികളെയാണ് വെച്ചേക്കുന്നത്. പിന്നെ മറ്റേ സൈസിലെ ചെടിയും എല്ലാവരെയും നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളെ കുറച്ചേ കാണിച്ചുള്ളൂ. പക്ഷേ ഞങ്ങൾ ഒരു 20 ചട്ടികളും നിറച്ചു. ചെയ്യാത്ത പണിയാണ്. പക്ഷെങ്കിൽ എന്നാലും ദൈവം അനുഗ്രഹിച്ച് അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ മതി. മൂവ് ചെയ്യത്തില്ലേ? തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ചെടി ബാക്കി ഫെൻസ് കൂടെ ചെയ്യാനല്ലേ. ഉണ്ടോ? ഇനി ഇത് മഴ പെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ചട്ടിയുടെ സൈഡിലുള്ള ആ മണ്ണും കാര്യങ്ങളും എല്ലാം അങ്ങ് മാറിക്കോളും. ഉണ്ണി എങ്ങനെയുണ്ട് ചേച്ചിയുടെ അറേഞ്ച്മെന്റ്സ്? നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ ഉണ്ണിക്ക്? ഇത് ഏത് ചെടിയാന്ന് ഉണ്ണിക്ക് പറയാവോ? ഇതേതാണ്? 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 ഇതെന്താണ്? ഇത് മിന്റ്. അങ്ങനെ നമ്മുടെ നല്ല കഠിനാധ്വാനമായിരുന്നു. നല്ല അധ്വാനമായിരുന്നു അല്ലേ? കുറച്ച് മണ്ണ് വാരി അതിൻ്റെ അകത്ത് അപ്പുറത്തൊരു സ്ഥലത്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും അതുകൂടെ നമുക്ക് തീർക്കാം. കുറച്ച് വീതം ചെയ്യാം, അല്ലെങ്കിൽ മടുത്തു. നമ്മൾ ചെയ്യാത്ത പണിയാകുമ്പോഴേക്കും അന്ന് ഓർക്കുന്നുണ്ടോ നമ്മള് ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ചെയ്ത് ഓർക്കുന്നുണ്ടോ? അവിടെ നിന്നുള്ള മണ്ണെല്ലാം വാരിയിട്ടുണ്ട്. എനിക്ക് അന്നത്തെ ദിവസം പിന്നെ ദേഹവേദനയായിരുന്നു. ഒത്തിരി പണി ചെയ്യാണ്ട് ഈ ഗാർഡനിലെ. കാരണം നമുക്ക് എന്തായാലും ഭംഗിയാണ്. വലിയ ഏരിയയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കാലം മടിച്ചുകളും മടിയന്മാരും സ്വയം തിരിച്ചറിവിലേക്ക് മനുഷ്യൻ വരുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വളർച്ചയാണ്. വളർന്ന് പന്തലിക്കട്ടെ.
എനിക്ക് വലിയ മരങ്ങളോട് കൊച്ചുചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെങ്കിൽ എനിക്ക് അതിലൊക്കെ ഇഷ്ടം എനിക്ക് വലിയ മരങ്ങളാണ്. കാരണം എന്താണെന്നറിയാം, അത് തന്നെ വളർന്നോളും. ഞാൻ ചെന്നില്ലെങ്കിൽ പോലും അതുങ്ങൾ തന്നെ വളരുമോ. അയ്യോ, ഇന്ന് വാങ്ങിച്ചൊരു സാധനം കാണിക്കാം. ഒരു മിനിറ്റ്. കിളിക്കൂട്. കിളിപ്പെണ്ണെ എന്നാ ഒരു കഴിവായിട്ടാണ് ചെയ്തത്. എന്തായാലും ഞങ്ങളെ കണ്ടതിന്, കേട്ടതിന്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങളോടുള്ള ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. ഒരുപാട് 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 നന്ദി. എന്താ പറയണ്ടേ, ഇനി ഒത്തിരി വർക്കുകൾ ചെയ്യാനുണ്ട്. എന്നാലും പറ്റുന്ന പോലെ ഇന്ന് കുറച്ച് ചെയ്തു. എക്സ്പെഷ്യലി നമ്മുടെ വലിയ ട്രീസ് രണ്ടും കുഴിച്ചു വെക്കാന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ എയിം. ഇനി കുഞ്ഞ് വാങ്ങിച്ചു വെച്ചിരുന്ന തൈകളെ എല്ലാം കുഴിച്ചു വെച്ചിട്ട് കുറച്ച് പേരങ്ങൾ വാങ്ങിയാലോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് പണി എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി പേരുടെ വെക്കാനുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഡിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. ബൈ.